എമ്പുരാൻ റീ-സെൻസറിംഗിലേക്ക്. നിയമവശങ്ങളറിയാം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ എമ്പുരാൻ റീ-സെൻസറിംഗിന് വിധേയമാകുന്നു എന്ന വാർത്തകളെത്തുന്നു. എന്തിനാണ് സെൻസറിംഗ്? സെൻസറിംഗുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്താണ്? സെൻസർ ബോർഡിന്റെ അധികാരങ്ങൾ എന്തെല്ലാം? സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നത് നിയമപരമായി ശരിയാണോ? പരിശോധിക്കാം. സിനിമ സെൻസറിംഗിന്റെ അടിസ്ഥാന നിയമങ്ങൾ. സിനിമയിലെ തീവ്രരൂപത്തിലുള്ള അശ്ലീല, അക്രമ, വിദ്വേഷ രംഗങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രായത്തിനനുസരിച്ച് സിനിമകളെ തരംതിരിക്കുന്നതിനുമാണ് സെൻസറിംഗ്. 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട് അനുസരിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. റീ-സെൻസറിംഗിന്റെ നിയമവശങ്ങൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സിനിമകൾ വീണ്ടും സെൻസറിംഗിന് വിധേയമാക്കാറുണ്ട്. സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അതിലെ രംഗങ്ങൾ സമൂഹത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയിൽ നിയമവിരുദ്ധതയുണ്ടെന്ന് പരാതി ലഭിക്കുകയാണെങ്കിൽ സിനിമ വീണ്ടും സെൻസർ ചെയ്യാൻ സാധ്യതയുണ്ട്. സിനിമ സെൻസർ ചെയ്യുന്നതിൽ സർക്കാരിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. സിനിമാറ്റോഗ്രാഫ് ആക്ടിലെ ചില വകുപ്പുകൾ അനുസരിച്ച് സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റുകൾ സർക്കാരിന് പുനഃപരിശോധിക്കാനും ആവശ്യമെങ്കിൽ റദ്ദാക്കാനും സാധിക്കും. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളും സിനിമയുടെ റീസെൻസറിംഗിൽ നിർണായക പങ്കുവഹിക്കുന്നു. സിനിമയിലെ രംഗങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടായാൽ സർക്കാർ അത് ഗൗരവമായി പരിഗണിക്കുകയും സിനിമ വീണ്ടും സെൻസർ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യും. ചിലപ്പോൾ നിയമപരമായ ഇടപെടലുകളും റീസെൻസറിംഗിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(2) സിനിമ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) അനുസരിച്ച് ഓരോ പൗരനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം പരിധിയില്ലാത്ത ഒന്നല്ല. ആർട്ടിക്കിൾ 19(2) അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. എമ്പുരാൻ സിനിമയുടെ പ്രത്യേക സാഹചര്യം. സിനിമയിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. വിവാദങ്ങളെ തുടർന്ന് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയ നടൻ മോഹൻലാൽ സിനിമയിലെ രംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു.